അധ്യാത്മരാമായണം, അയോധ്യാകാന്ഡം, ഭരതരാഘവ സംവാദം. രാമ സഹോദരന്മാരുടെ സമ്മിശ്രമായ രംഗങ്ങൾക്ക് വനം സാക്ഷ്യപ്പെട്ടു. രാമനു സമീപം ഭരതനെത്തി പറഞ്ഞു, അഭിഷേകത്തിനെല്ലാം സജ്ജമാണ്. പൈതൃകമായി ചിന്തിച്ചാൽ ആയതിന് യോഗ്യൻ അങ്ങ് മാത്രമാണ്. പ്രതാപിയായി രാജ്യം ഭരിച്ച് തലമുറകൾക്കു കൈമാറിയ ശേഷമാകാം വനവാസം. ഇപ്പോൾ ഇത് അനുചിതം തന്നെ. എൻ്റെ മാതാവിൻ്റെ ഹിതം അങ്ങ് പരിഗണിക്കേണ്ടതേ അല്ല. ഇങ്ങനെ പറഞ്ഞ് രാമപാദം നമസ്കരിച്ചു ഭരതൻ. ഭരതനെ പുണർന്നുകൊണ്ട് ശ്രീരാമൻ പറഞ്ഞു, അച്ഛൻ്റെ സത്യവാക്ക് പാലിക്കാൻ നമ്മൾ നിർബന്ധിതരാണ്. കേട്ട മാത്രയിൽ ദുർവചനം കൊണ്ട് ഭരതൻ പിതാവിനെ ശകാരിച്ചു. രാമൻ അത് തിരുത്തി. പിതാവിൻ്റെ അസത്യത്തെ ഭയന്നിട്ട് വന്നതാണ് ഇപ്രകാരം ഒക്കെ. അതിനെ ദോഷം പറയുന്നത് ഉചിതമല്ല കുമാര. എങ്കിൽ ഞാൻ വനവാസവും അങ്ങ് രാജ്യഭാരവും അനുഷ്ഠിക്കുകയെന്ന് ഭരതൻ പറഞ്ഞു. വിധിമതമല്ലാത്ത വിപരീതമായ കാര്യമെന്ന് രാമൻ്റെ മറുപടി. എങ്കിൽ ലക്ഷ്മണനെ പോലെ ഞാൻ അങ്ങയെ പിന്തുടരുന്നതാണ്. അല്ലെങ്കിൽ എനിക്ക് മരണം മതി. ശ്രീരാമൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു വസിഷ്ഠനെ. വസിഷ്ഠൻ ഭരതനോട് രാമ അവതാരങ്ങളും എല്ലാം തന്നെ വിശദമാക്കി. കേട്ട ഭരതൻ വിസ്മയപ്പെട്ടുവെങ്കിലും രാമ സാന്നിധ്യമില്ലാതെ രാജ്യഭരണം പറ്റില്ല എന്ന് പറഞ്ഞു. ശേഷം രാമൻ്റെ പാദുകങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, കൃത്യസമയത്ത് വനവാസം കഴിഞ്ഞെത്തിയില്ലെങ്കിൽ ഞാൻ ജീവൻ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞു. തിരികെ എല്ലാവരും യാത്രയായി. ഭരതൻ നന്ദിഗ്രാമമെത്തി വ്രതത്തോടും പാദുകത്തെ പൂജ ചെയ്തും രാജ്യം ഭരിച്ചു. മിത്രവർഗങ്ങൾ ഇനിയും ഇവിടെ വരുമെന്ന ശങ്കയാൽ ശ്രീരാമാദികൾ കുറച്ചുനാൾക്ക് ശേഷം ചിത്രകൂടം ഉപേക്ഷിച്ചു. അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ, രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകവാക്യം ചെവി തന്നു കേൾക്കണം. ഉണ്ട് അടിയന അഭിഷേക സംഭാരങ്ങൾ കൊണ്ട് വന്നിട്ട് അതുകൊണ്ടിനി വൈകാതെ ചെയ്യുക വേണം അഭിഷേകവും. പാലനം ചെയ്യുക രാജ്യം തവ പൈത്ര്യം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതിശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം. അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തിക്കുലതന്തവേ. പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രങ്കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസം അത്ഭുത വിക്രമ. നദാ പ്രസീദമേ. മാതാവു തന്നെ ദുഷ്കൃതം താവകചേതസി ചിന്തിക്കരുതു ദയാനിധേ. ഭ്രാതാവു തന്നെ പാദാംബുജം ശിരസ്യാദായ ഭക്തി പൂണ്ടിതമരുൾ ചെയ്തു. ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും. ഉദ്ധാപ്യ
രാഘവനുത്സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിടിനാൻ. മദ്വാക്യമത്ര കേട്ടാലും കുമാരാ നീ യത്വയോക്തം മയാ തത്തദൈവ ശ്രുതം. താതനെന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴുന്നു ചൊല്ലിനാൻ. പിത്രാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരുന്നതു കാരണം ചേതസാവർഗിൽ നമുക്കിരുവർക്കുമി താത നിയോഗമനുഷ്ഠിക്കുകയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലേ. ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും. പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും. കാമുകനായ താതൻ മൂഢമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തൻ ഉന്മത്തൻ വയോധികൻ. രാജഭാവം കൊണ്ടു രാജസമാനസൻ ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതി. മന്നവനായി ഭവാൻ വാഴ്ക മടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ. പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ഭൂമി ഭർത്താപിതാ നാരീജിതനല്ല, കാമിയുമല്ല, മൂഢാത്മാവുമല്ല. കേൾ, താതന സത്യഭയം കൊണ്ടു ചെയ്തതിനേതുമേ ദോഷം പറയരുതു ഓർക്ക നീ. സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിടും അസത്യത്തിൽ മാനസേ. എങ്കിൽ ഞാൻ വാഴ്വൻ വനേ നിന്തിരുവടി സങ്കടമെന്നിയെ രാജ്യവും വാഴുക. സോദരനിധം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ താനുമരുൾ ചെയ്തു. രാജ്യം നിനക്കും എനിക്കു വിപിനവും പൂജ്യനാം താതൻ വിധിച്ചിതു മുന്നമേ. വ്യത്യയമായി അനുഷ്ഠിച്ചാൽ നമുക്കത് സത്യവിരോധം വരുമെന്നു നിർണയം. എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ ഒരുവൻ കാനനത്തിനതരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ. നിത്യോപവാസേന ദേഹവും ഉപേക്ഷിപ്പനിത്യേവമാത്മനി നിശ്ചയിച്ചന്തികെ. ദർഭ വിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു പൊക്കു ഭരതനും. നിർബന്ധ ബുദ്ധി കണ്ടു രഘുവരൻ തദ്ബോധനാർത്ഥം നയനാന്ത സംജയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ. വസിഷ്ഠനും ചെന്നു കൈകേയി സുതനോട് ചൊല്ലിനാൻ. മൂഢനായിടോല കേൾക്ക നീയെങ്കിലു ഗൂഢമായൊരു വൃത്താന്തം നൃപാത്മജ. രാമനാകുന്നത്
നാരായണൻ പരൻ താമരസോത്ഭവനർദ്ദിക്ക കാരണം ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ യോഗമായ ദേവിയായതു ജാനകി. ഭോഗി പ്രവരനാകുന്നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴി പോലെ രാവണനെ കൊൽവതിന്നു വനത്തിന്നു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ. മന്ദരാവാക്യവും കൈകേയി ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിയ നീ. ശ്രീരാമദേവ നിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക. കാരണപുരുഷാനുജയ സത്വരം നീ രാജധാനിക്കു പോക മടിയാതെ. മന്ത്രികളോടും ജനനീജനത്തോടും അന്തമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്നയോധ്യാപുരിപുക്കു വസിക്ക നീ. വന്നിടുമഗ്രജൻ താനും അനുജനും ദേവിയും 7 സംവത്സരാവധൗ രാവണൻ തന്നെ വധിച്ചു സപുത്രകം. യുദ്ധം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു. ഭക്ത്യാ രഘുത്തമ സന്നിധൗ സാദരം ഗത്വാ മുഹുർനമസ്കൃത്വാ സസോദരം പാദുകാം ദേഹി രാജേന്ദ്ര രാജ്യായതേ പാദബുദ്ധ്യാ മമ സേവിച്ചുകൊള്ളുവൻ. യാവത്തവാഗമനം ദേവദേവാമേ താവദേവാനാരദം ഭജിച്ചിടുവൻ. യുദ്ധം ഭരതോക്തി കേട്ടു രഘുത്തമൻ താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ. നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും ഉത്തമരത്ന വിഭൂഷിത പാതുകാമുത്തമാങ്കേ ചേർത്തു രാമ നരേന്ദ്രനെ. ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുദ്ധായ വന്ദിച്ചു ചൊന്നാൻ സഗദ്ഗദം. മന്വബ്ദപൂർണേ പ്രഥമദിനെ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യദിവസം ഉഷസി ജ്വലിപ്പിച്ച വഗ്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചമ്പോട് ചൊല്ലിനാൻ. അങ്ങനെ തന്നെയൊരന്തരമില്ലതിനങ്ങു ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു. ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതൻ. മാതൃജനങ്ങളും മന്ത്രിവരന്മാരും രാധാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ടാരൂഢമോദേന
കൊണ്ടുപോയിടിനാർ. ശൃംഗിവേരാദീപനായ ഗുഹനെയും മംഗലവാചാ പറഞ്ഞയച്ചിടിനാൻ. മുൻപിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ, പിമ്പേ പെരുമ്പടയും നടകൊണ്ടിതു. കൗസല്യദാനും സുതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി. ഗംഗ കടന്നു ഗുഹാനുവാദേന നാലംഗപടയോടും കൂടെ കുമാരന്മാർ ചെന്നയോധ്യ പുരിപുക്കു. രഘുവരൻ തന്നെയും ചിന്തിച്ച് അനുദിനം ഭക്ത്യാ വിശുദ്ധ ബുദ്ധ്യാ പുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും. താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നനും മൃതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമമൻപോടു പുക്കിതു. വന്നിത് ആനന്ദം ജഗദ്വാസികൾക്കെല്ലാം. പാതുകം വെച്ചു സിംഹാസനെ രാഘവപാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ടന്തികെ സേവിച്ചു നിന്നാരിരുവരും. നാനാമുനീജന സേവിതനായൊരു മാനവവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും അനുജനോടും മുതാ മാനസാനന്ദം കലർന്നു ചില ദിനം. ചിത്രകൂടാചലെ വാണോരനന്തരം ചിത്തെ നിരൂപിച്ചു കണ്ടു രഘുവരൻ. മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തും ഇവിടെ ഇരുന്നാലിനിയുടൻ. സത്വരം ദണ്ഡകാരണ്യത്തിനായിക്കൊണ്ടു ബദ്ധ മോദം ഗമിച്ചിടുക വേണ്ടതും. യുദ്ധം വിചാര്യ ദരിത്രി സുതയും അത്യുത്തമനായ സൗമിത്രിയുമായി തഥാ തത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ